ഹലോ. ഞങ്ങളിങ്ങനെ ചുമ്മാ അവിടെ നിൽക്കുകയാണ്. എന്താണ് സുന്ദരി പാറു? ഹലോ ഗായ്സ്, ആണ് നമ്മൾ ആലപ്പുഴയിൽ എത്തിട്ടോ. അപ്പൊ ഇവിടെ ദേവിക്കുട്ടാ ഇതാണ് നമ്മുടെ യുവിന്റെ മാരേജ് ഡ്രസ്സാണ്. ഹലോ. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? ചങ്ങനാശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴക്ക് പണ്ട് എപ്പോഴും വന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ വന്നിട്ടുണ്ടാവും. ശരിയാണ്, സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ. സത്യം പറഞ്ഞു, സ്കൂളിൽ പഠിക്കുമ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്നും കറങ്ങിയിട്ടില്ല. ഇതാണ് ആലപ്പുഴ. ഇത് ലേക്കാണ് ഈ സൈഡ് കാണുന്നത്. അപ്പുറത്തെ സൈഡ് ഉണ്ട്. ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ആ വ്യൂ അങ്ങനെ കിട്ടുന്നില്ല. ബിൽഡിംഗ് കഴിഞ്ഞാൽ ലേക്ക് തന്നെയാണ്. ഇതുണ്ടോ കിഴക്കിന്റെ വെനീസ് എന്ന് പറഞ്ഞു അല്ലേ? എത്ര വളരെ സത്യമായ കാര്യമാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? മാരേജ് ഫംഗ്ഷന് വേണ്ടി വന്നിരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല. കയ്യിൽ ശർക്കര കെട്ടി എടുത്തോളൂ. നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ അതും കൊണ്ട് പോകൂലേ? അതൊന്നും കഴിക്കല്ലേ? ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്, ഞാൻ വന്നിട്ടുണ്ട്. കോട്ടയം ആ സൈഡ് പോയിട്ടില്ല. ഏതാ കൺവെൻഷൻ സെന്റർ? ഏതാണ്? കോണ്ടൂർ ബ്ലാക്ക് വാട്ടേഴ്സ്. ബ്ലാക്ക് അല്ല. അപ്പോൾ നമ്മളിവിടെ വന്നത് ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. അടിപൊളി മാരേജ് അല്ലേ? നമ്മുടെ ഫ്രണ്ട് ബിലാസ്പൂരിലെ നമ്മുടെ ഒരു എന്താ പറയുക ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അങ്ങേരുടെ മോൻ്റെ കല്യാണം ഞങ്ങൾ വിചാരിച്ച മിക്കവാറും ബിലാസ്പൂർ വെച്ചിട്ടായിരിക്കും നടക്കുക. ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഗണപതി വിളക്കാണ് കേട്ടോ. ഇത് നമ്മൾ കൊടുത്ത ഗിഫ്റ്റാണ്. ഞാൻ വിടുന്ന കഷ്ടപ്പാട് കാണാനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മയുടെ മരുമോടെയും മോൻ്റെയൊക്കെ കാണാനാണ്. താങ്ക് യു. കല്യാണത്തിൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും മീറ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ വന്നത്. നോക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് നമ്മൾ നന്നായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ്. അപ്പോൾ ഇവർ നമ്മൾ ബിലാസ്പൂരിൽ തന്നെ നമ്മുടെ കുറേ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ മോൻ്റെ കല്യാണം ഇവിടെ ഗുരുവായൂരിൽ വെച്ചിട്ട് നടത്തി. പിന്നെ അതിനുശേഷം കോണ്ടൂർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി ഫങ്ഷൻസൊക്കെ. അപ്പോൾ എല്ലാവരും ചങ്ങനാശ്ശേരിക്കാരും പിന്നെ ചെങ്ങന്നൂരുകാരും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു പ്രോഗ്രാംസൊക്കെ. അതിനുശേഷം പിന്നെ ഒരു അടുക്കള കാണൽ ചടങ്ങ് ഉണ്ടായിരുന്നു. അത് രാത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഓൺ ദ വേ ഹെയർ വളരെ വീക്കായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് നേരെ തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. എന്തായാലും ആലപ്പുഴ വന്നതല്ലേ, അപ്പോൾ ആലപ്പുഴ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ നേരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എക്സ്ട്രീമിൽ ഡിഫറൻ്റ് ആണ്. ഒരു സൂപ്പർ ആംബിയൻസ് ഒക്കെ എന്താ പറയുക. അവിടെ നാളെ മുതൽ ഉത്സവം തുടങ്ങുകയാണ്. അവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. 12-ാം തീയതി ആയില്യം മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ നാളെയാണ് സ്റ്റാർട്ടിങ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പാർട്ടിയും കാര്യങ്ങളൊക്കെ, ഒരുപാട് പേര്, ഒരുപാട് ആൾക്കാർ. ഇതാണ് ഉത്സവം.
നോക്കാൻ പോവുകയാണ്. സമയം ആയി, ഒരു മിനിറ്റ് കൂടി വേണ്ടി ഉണ്ടാവില്ല. ഒട്ടും അറിയില്ല, നമ്മളൊന്ന് നോക്കി. അറിയില്ല. അങ്ങനെ നമ്മളിവിടെ ലൈറ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. അകത്ത് ഒരുപാട് പേര് കയറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. തണുപ്പുഴ നമ്മൾ ടി വിയിൽ കാണുന്ന ജസ്റ്റ് കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ ജസ്റ്റ് തോടും വയലും ഇതൊക്കെ ഉള്ളൂ. ഇതൊന്നും അല്ല, സംഭവം അടിപൊളി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് എല്ലാവരും പറയുന്നുണ്ട് അതിനകത്ത് ഭയങ്കര നന്നായിട്ട് ഫോട്ടോഗ്രാഫിക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നോക്കല്ലേ അവിടെ പേടിച്ചു. ഞാൻ പുറകിൽ വരുള്ളൂ, ഞാൻ ആദ്യം വരും. തല ശ്രദ്ധിക്കണേ. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മൾ മേലത്തെ നിലയിലെത്തി. ലൈറ്റ് ഹൗസിന്റെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് വന്നു. അടുത്ത നമ്മുടെ ഹേവിന്റെ ചാൻസ്. ഹേവ് കയറാൻ പോവാണ്. ഹേവി ഉറങ്ങാണ്. ഇതിനായിട്ട് തല ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ ഹൈറ്റ്. ഓക്കെ, നമ്മുടെ കൈ ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? ലൈറ്റ് ഹൗസിന്റെ മേലെ ആണല്ലേ? ആണേ? ഇവിടെ തന്നെയാണോ സ്ഥലം? തൊടുപുഴ. ആരെ വിളിക്കണം? ഹേവോ നോക്കിക്കേ. വിചാരിച്ചു ഇപ്പത്തൊന്ന് എത്ര കയറിയിട്ടും എത്തുന്നില്ല. അപ്പോൾ ഓരോരുത്തർ ടയർഡായിട്ട് മിഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കയറുമ്പോൾ ഇത്രയും ഹൈറ്റ് തോന്നുന്നില്ല, താഴെ നോക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് തോന്നുന്നില്ല. പക്ഷെ കയറി കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലേ, കയറി നമ്മൾ മേലെ വരുമ്പോഴാണ് ഇതിന്റെ റിയൽ. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. പോയിട്ട് വന്ന് നല്ല ക്ഷീണമായി പോയി, കാലൊക്കെ കടഞ്ഞ്. റെഡിയായോ? മസിൽസ് കയറിയിട്ട് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലേ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ല. നമ്മൾ കഴിക്കില്ല ലൈറ്റ് ഹൗസ് അല്ലേ. ഞാൻ അങ്ങനെ വിചാരിച്ചാൽ ലൈറ്റ് ഹൗസ് അല്ലേ ഇപ്പം എന്ത് കാണാനുണ്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. കണ്ടില്ലേ? അതുപോലെ പുറകിലുണ്ട് ചെറിയൊരു ഗാർഡനൊക്കെ. അവിടെ ഒരു എലിഫൻ്റ് ഉണ്ട്. കണ്ടോ? ആരെങ്കിലും എലിഫൻ്റ് കണ്ടോ? ഇതാ ഒരാന, കുട്ടികൾക്കുള്ള പാർക്ക് എല്ലാം ഉണ്ട്. അടിപൊളി നല്ല സ്ഥലം അല്ലേ? പുറത്തും രസമുണ്ട്. നല്ല എക്സ്പീരിയൻസ്. നമ്മൾ ചില സ്ഥലങ്ങൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, ടൈം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അത് വന്ന് നോക്കുമ്പോൾ അറിയുന്നത് നമ്മളിനി ഇതിനായിട്ട് വരില്ലല്ലോ. അതെ, ചെറിയൊരു പാട്ട് കാണാൻ വേണ്ടിയിട്ട് വരില്ലല്ലോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല അടിപൊളി സ്ഥലം, വൈബുള്ള സ്ഥലം. ഇതൊരു മ്യൂസിയം ഉണ്ട് ഇവിടെ. കൂട്ടത്തിൽ നമ്മൾ മ്യൂസിയത്തിലൊന്ന് കയറി. ഹേവുന് ക്യൂരിയോസിറ്റി ഇത് എന്താന്ന് ചോദിച്ചിട്ട് അതെന്താണെന്ന് അറിയോ? ഓക്കെ ഹേവു, ടെൻഷൻ എന്താ സംഭവിച്ചത്? എല്ലാം മേലുണ്ട്.
ഇതാണ് ഗായ്സ് നമ്മുടെ ആലപ്പുഴയുടെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഇതാണ് കറക്റ്റ് ആലപ്പുഴ ടൗൺ അല്ലേ ഇത്? ഓക്കെ, ആലപ്പുഴ ടൗണ്. വലിയൊരു മൈജി ഷോറൂം ഒക്കെ ഉണ്ട്, മുത്തൂറ്റുണ്ട്, ഇവിടുത്തെ ഒരു ടെക്സ്റ്റൈൽസ് ഇതാ, ടോയ്സ് അങ്ങോട്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു